മോദിജി പലരും പറയുന്നത് അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ പോലും വളരെ വലിയ വിലക്കയറ്റമാണ്. പക്ഷേ ഭാരതത്തിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലക്കയറ്റം കുറവാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്തത്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. വീഡിയോ കോൺഫറൻസ് വഴി പല ആളുകളുമായി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ലോകത്താകെയുള്ള നോബൽ സമ്മാന ജേതാക്കൾ അതുപോലെയുള്ള സാമ്പത്തിക വിദഗ്ധരുമായിട്ടൊക്കെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കോവിഡിന് ശേഷമുള്ള സ്ഥിതിയെക്കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഞാൻ അവരോടൊക്കെ ചോദിച്ചിരുന്നു. ലോകത്തെ പല ആളുകളും എന്നോട് നേരിട്ട് വന്നും ഫോണിലുമൊക്കെ പറഞ്ഞിരുന്നു, ഈ സ്ഥിതി മാറുന്നതിന് നമ്മൾ സർക്കാർ തന്നെ നോട്ടടിച്ച് ജനങ്ങൾക്ക് നൽകണമെന്ന്, പണമായി തന്നെ സർക്കാർ സഹായം നൽകണമെന്ന്. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ അവരോടെല്ലാം തന്നെ പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ ഒരു രീതിയിലും നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ലോകത്തെ ഭരണാധികാരികളിൽ ഞാൻ മാത്രമാണ് അത്തരമൊരു കഠിനമായ തീരുമാനം ആ സമയത്ത് എടുത്തതെന്നാണ്. ഞാൻ അവരോട് പറഞ്ഞത്, സർക്കാർ എന്തെങ്കിലും സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അരിയും മറ്റ് ധാന്യങ്ങളുമായിരിക്കും. അവരുടെ വിശപ്പില്ലാതാക്കുന്നതിന്, അടുക്കളയിൽ തീ പുകയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എൻ്റെ സർക്കാർ ചെയ്യുക എന്നാണ്. അവർക്കൊരിക്കലും വിശപ്പുണ്ടാകാൻ പാടില്ല, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് അവരോട് ഞാൻ മറുപടി പറഞ്ഞത്. പിന്നീട് രാജ്യത്തെ ചെറുകിട വ്യവസായികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനുള്ള സംവിധാനം സർക്കാരിൻ്റെ രൂപത്തിൽ ഞാൻ ഒരുക്കാമെന്ന്. കഴിവുള്ളവർക്ക് സർക്കാർ ഇടപെട്ട് അതിനുള്ള അവസരമൊരുക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എടുത്ത ആ നിലപാടുകൾ ശരിയായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളും പണപ്പെരുപ്പത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇത് വളരെ പെട്ടെന്ന് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഓരോ സ്റ്റെപ്പും ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങളെടുത്ത് ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് ഈ രാജ്യത്ത് ഉണ്ടാകുന്നത്. ഒരു തരത്തിലും ലോകത്തിലെ ഒരു സാമ്പത്തിക വിദഗ്ധരും എന്നെ സഹായിച്ചിട്ടില്ല. എൻ്റെ 12, 13, 14 വർഷത്തെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള എൻ്റെ അനുഭവപരിചയമാണ് എന്നെക്കൊണ്ട് അത്തരം ശക്തമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ സഹായിച്ചത്. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആശ്ചര്യമുണ്ടാകും. ഈ രാജ്യത്ത് ഞാനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ നേതാവും ഉണ്ടായിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് ഈ രാജ്യത്തെ 90% ജില്ലകളിലും ഒരു രാത്രിയെങ്കിലും തങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രാജ്യത്തെ 90% ജില്ലകളിലും രാത്രിയിൽ കിടന്നുറങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. തെരുവുകളിൽ കിടന്നുറങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെ വരെ മനസ്സിലാക്കാൻ കഴിയും, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, പ്രധാനമന്ത്രി നിലയിൽ എനിക്ക് വിവരങ്ങൾ ലഭിക്കാനുള്ള വലിയൊരു സംവിധാനമുണ്ട്. എൻ്റെ ഈ അനുഭവ പരിചയവും എനിക്ക് ലഭിക്കുന്ന ഈ വിവരങ്ങളും ഒത്തുചേർന്നുകൊണ്ടാണ് ഞാൻ ഓരോ പോളിസിയും ഈ രാജ്യത്തിനു വേണ്ടി എടുക്കുന്നത്. ഇന്ദിരാജിയുടെ സമയം നോക്കൂ. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലക്കയറ്റമുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും ഇന്നത്തേക്കാൾ വളരെ രൂക്ഷമായ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗമുണ്ട്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. വളരെ വലിയ ഉപദേശങ്ങൾ നൽകുന്ന ഗൂഗിൾ ഗുരുക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ തീർച്ചയായും ഈ പ്രസംഗങ്ങൾ കാണേണ്ടത് തന്നെയാണ്. നെഹ്റുജിയുടെ മാത്രമല്ല, ഇന്ദിരാജി ആണെങ്കിലും രാജീവ് ജി ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും ഇവരുടെ എല്ലാം പ്രസംഗങ്ങളിൽ, രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗങ്ങളിൽ എല്ലാവരും ആവർത്തിക്കുന്ന ഒരേ കാര്യമാണ് ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യമില്ലാതാക്കുമെന്ന്. 2, വിലക്കയറ്റം പിടിച്ചു നിർത്തും. നിങ്ങൾ നോക്കിക്കോളൂ, നെഹ്റുജി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രാജ്യത്ത് രൂക്ഷമായ വിലക്കയറ്റമുണ്ടായപ്പോൾ നെഹ്റുജി അതിന് കാരണമായി പറഞ്ഞ എന്താണെന്നറിയുമോ? വിലക്കയറ്റം ഈ രാജ്യത്ത് വളരെ കൂടുതലാണ്, അതിന് കാരണമെന്നത് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുന്നതെന്നാണ്. അന്ന് ഈ ഗ്ലോബലൈസേഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നെഹ്റു ആ രീതിയിൽ കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഉത്തര കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൽ ഭാരതവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഭാരതത്തിന് അതിൻ്റെ പേരിൽ സാധനങ്ങളുടെ ഇറക്കുമതിയിലോ കയറ്റുമതിയിലോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നെഹ്റുജി ഇങ്ങനെയാണ് പറഞ്ഞത്. നെഹ്റുജിയുടെ പ്രസംഗം യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയല്ല ഇത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഇസ്രയേലിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഇറാനുമായി പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി ഭാരതത്തിന് ആവശ്യമുള്ള ഭക്ഷണവും ഇന്ധനവും കാർഷിക ആവശ്യങ്ങൾക്കുള്ള വളവും ലഭിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നാണ്. പക്ഷേ എന്നിട്ടും ലോകത്താകെ ഒരു ചാക്ക് യൂറിയയ്ക്ക് 3000 രൂപ വരെ വിലയുള്ളപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ 300 രൂപയിൽ താഴെ കർഷകർക്ക് യൂറിയ നൽകാൻ ഈ സർക്കാരിന് കഴിയുന്നുണ്ട്. തീർച്ചയായും ഈ യുദ്ധം ഭാരതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. എന്നിട്ടും നമുക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇന്നത്തെ കാലത്ത് കഴിയുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കരിഞ്ചന്ത എന്നൊരു വാർത്ത പോലും കേൾക്കാനുണ്ടാവില്ല. മുൻകാലങ്ങളിൽ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന വാർത്തയാണ് കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നൊക്കെ. പ്രതിപക്ഷ നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതൊന്നും എന്നെ ബാധിക്കാത്തത് എന്തുകൊണ്ടാണ്?
ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരിക്കലും പഴയ ഡയലോഗുകൾ ആവർത്തിച്ചുകൊണ്ട് പുതിയ സിനിമകൾ ഓടിക്കാൻ കഴിയില്ലല്ലോ, വിജയിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എനിക്കെതിരെ മത്സരിക്കുന്ന ഈ ഇന്ത്യ അലയൻസ് ഉണ്ടല്ലോ, 3 കാര്യങ്ങൾ അവരുടെ എല്ലാ സഖ്യകക്ഷികളിലും കോമണായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരെല്ലാവരും തന്നെ അഴിമതിക്കാരാണ്, രൂക്ഷമായ ജാതിവാദികളാണ്, അവരെല്ലാവരും തന്നെ കുടുംബവാഴ്ചയ്ക്ക് അനുകൂലികളുമാണ്. എനിക്ക് വ്യക്തമായി അറിയാം, ഇന്ന് രാജ്യത്ത് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് 10 വർഷമായില്ലേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഇത്രയും കഷ്ടപ്പെടുന്നത്? അങ്ങനെ ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. എൻ്റെ ആദ്യ ടൈമിലെ 5ാം വർഷം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: മോദിജി, താങ്കൾ പ്രധാനമന്ത്രിയായി കഴിഞ്ഞു, താങ്കളുടെ വ്യക്തിജീവിതത്തിൽ നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധി താങ്കൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു, പിന്നെയും എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇത്രയും സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടിയിലും പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജോലി ചെയ്യുന്നുണ്ട്, ഞാനും ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാനും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഞാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം ഇതാണ്, അവരുടെ കുടുംബത്തിൽ വെറും 5ഓ 6ഓ പേരേ ഉള്ളൂ. അവരുടെ താല്പര്യങ്ങൾ മാത്രം അവർക്ക് സംരക്ഷിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും കഷ്ടപ്പെട്ടാൽ മതിയാകും. പക്ഷേ എൻ്റെ കുടുംബത്തിൽ 140 കോടി ജനങ്ങളുണ്ട്. 140 കോടി ഭാരതീയരും എൻ്റെ ബന്ധുക്കളാണ്. അവർക്ക് വേണ്ടി എനിക്ക് കൂടുതൽ ജോലി എടുക്കേണ്ടതുണ്ട്. എൻ്റെ കുടുംബത്തിലും 4ഓ 5ഓ പേരേ ഉള്ളെങ്കിൽ അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നെങ്കിൽ 4ഓ 5ഓ ഇൻ്റർവ്യൂ കൊടുക്കുക, 3ഓ 4ഓ റാലി നടത്തുക, ചായ കുടിക്കുക, പിരിയുക, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ കുടുംബത്തിൽ 140 കോടി ഭാരതീയരുണ്ട്. അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കാൻ എനിക്ക് സമയം തികയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഇവിടെ എന്നെ കേൾക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ഭാരതീയരുടെയും സ്വപ്നങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ സ്പന്ദനവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ജീവൻ്റെ ഓരോ തുടിപ്പും ഈ രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. മോദി 24/7 വർക്ക് ചെയ്യുന്നത് 2047 വേണ്ടിയിട്ടാണ്. മോദിജി, തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് പല രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ഞാൻ താങ്കളെ ഒന്ന് കേൾപ്പിക്കാം. ഇതൊന്ന് കേട്ടതിന് ശേഷം താങ്കൾ മറുപടി പറയണം. चुनाव ज्यादा से ज्यादा स्टेट्स में खत्म हो गया है। पिछले 4 फेजेस के परिणाम साफ है और नरेंद्र मोदी जी चुनाव हार रहे हैं। आने वाला दिन में तो बोलना है कि मोदी बाबू का सरकार को एक्सपायरी डेट हो गया है। जो 74 की बातें करते थे, अब उन्हें सोचना पड़ेगा कि उनका खाता कहां खुलेगा। एक के अलावा मुझे नहीं लगता कोई खाता खोल पाएंगे। आम आदमी पार्टी के 7 सांसद भारी बहुमत से जीत रहे हैं। हमारे जितने भी सर्वे മോദിജി, താങ്കൾ കണ്ട വീഡിയോയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ വീഡിയോ എല്ലാം 2019 തെരഞ്ഞെടുപ്പ് സമയത്തുള്ളതാണ്. തീർച്ചയായും താങ്കൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്. 2019 ഇവർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. 2014 വീഡിയോ എടുത്താലും ഇവർ ഇങ്ങനെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. 2024 ഈ നേതാക്കളെല്ലാം ആവർത്തിക്കുന്നത് ഒരേ ഡയലോഗാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ ഡയലോഗുകൾ കൊണ്ട് പുതിയ സിനിമ നിർമ്മിക്കാൻ കഴിയില്ല എന്ന്. അതൊന്നും ജനം വിശ്വസിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ ഈ പ്രസ്താവനയൊന്നും അവരെ ബാധിക്കാൻ പോലും പോകുന്നില്ല. ആദ്യം ഇവർ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് 400 പാർ എന്ന് പറയാൻ കഴിയുന്നത്. അവർ പറഞ്ഞത് ഞാൻ EVM എന്തോ തിരിമറി വെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് 400 സീറ്റ് എന്ന് പറയുന്നതെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഭരിക്കുമെന്ന് പറയുന്നത്? നിങ്ങൾ ഏത് EVM തിരിമറി നടത്തിയതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രതീക്ഷിക്കുന്ന സീറ്റുകളെക്കുറിച്ച് പറയാം, പക്ഷേ എനിക്ക് ലഭിക്കാൻ പോകുന്ന സീറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല. ഇതെന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? അവർക്ക് ഇങ്ങനെ പറയുകയല്ലാതെ വേറെ വഴിയില്ല. വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയെടുത്ത് ഡോക്ടർ എന്തായിരിക്കും പറയുക? നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നവുമില്ല, എല്ലാം ശരിയാകും. അങ്ങനെയല്ലേ ഡോക്ടർ ഒരു രോഗിയെ സമാധാനിപ്പിക്കുക? അവർക്ക് വേണ്ടപ്പെട്ട ചിലരെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അവർ സ്വയം സമാധാനിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ജൂൺ 4 വരെയെങ്കിലും അവർ സമാധാനത്തോടെ ജീവിക്കട്ടെ. മോദിജി, താങ്കൾ പറയുന്നത് ജൂൺ 4 കുറിച്ചല്ലല്ലോ, 2047 കുറിച്ചല്ലേ? അപ്പോൾ 2047 വരെയും അവർക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്നാണോ പറയുന്നത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈശ്വരൻ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഭാരതത്തിന് വേണ്ടി എന്തൊക്കെയോ പ്രത്യേക കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ്. തീർച്ചയായും പരമാത്മാവ് എന്തോ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി തന്നെയാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. കാരണം ഞാൻ ജനിച്ചതും ജീവിച്ചതുമായുള്ള ചുറ്റുപാടിൽ നിന്ന് ഇന്ന് ഈ സ്ഥാനത്ത് വന്നു നിൽക്കുന്നതിൽ യാതൊരുവിധ ലോജിക്കുമില്ല. എന്നെ തീർച്ചയായും ഈശ്വരൻ തന്നെയാണ് ഇവിടെ എത്തിച്ചത്. എന്നെ ജനിപ്പിച്ച ആ ഈശ്വരൻ തന്നെയാണ് എനിക്ക് വഴികാട്ടിയാകുന്നതും എന്നെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നതും എന്നെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും.
എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും എൻ്റെ ചിന്തകൾക്ക് ബുദ്ധിയും എല്ലാം ഭഗവാൻ നേരിട്ട് തന്നെയാണ് നൽകുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് 2047 വികസിത ഭാരതം എന്ന ചിന്ത എന്നിൽ കൊണ്ടുവന്നതും അതേ ഭഗവാൻ തന്നെയാണ്. ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ സഹായിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ ഭഗവാൻ എന്നെ തിരിച്ചു വിളിക്കില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ലോകത്ത് ഭാരതമല്ലാതെ എനിക്ക് പോകാൻ വേറെ ഒരിടവുമില്ല. മാത്രമല്ല, ഭാരതം ലോകത്തിന് തന്നെ മാർഗദർശിയാകേണ്ട ഒരു രാജ്യമാണ്. ശ്രീ വിവേകാനന്ദ മഹർഷി പറഞ്ഞതും എഴുതിയതുമൊക്കെ നമുക്കറിയാം. ഭാരതം ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ജന്മം കൊണ്ട നാടാണ്. ഭാരതം ശക്തമായി നിലനിന്നാൽ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഭാരതത്തിലൂടെ മാത്രമേ ലോകത്തിന് ആ പുരോഗതി ലഭിക്കുകയുള്ളൂ.